ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം മസാലയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളതിന് വേണ്ടി ഇവിടെ കിട്ടിയിരിക്കുന്ന ഇന്ന് ബട്ടൺ മഷ്റൂമാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടി നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ ഇങ്ങനെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ ഒന്ന് വൃത്തിയാക്കി ഓരോന്നോരോന്നും ചെയ്തെടുക്കാം. ഇപ്പം മഷ്റൂം മസാല എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മഷ്റൂം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 4 ഒന്ന് കട്ട് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് അതിനെ കട്ട് ചെയ്യുന്നത്. എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, പിന്നീട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് അല്പം ഗരം മസാല, പിന്നീട് കുരുമുളക് പൊടിയാണ് അല്പം ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് അല്പം പെരുംജീരകപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ഇതിങ്ങനെ പാത്രം തന്നെ ടാപ്പ് ചെയ്താണ് ഇതിനെ മസാല പുരട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ എളുപ്പത്തിൽ എല്ലായിടത്തും മസാല പിടിച്ചോളും. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് എല്ലായിടും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിനെ മാറ്റി വെക്കാം. 2 വലിയ സവാള എടുത്ത് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലാകുമ്പോൾ നല്ലതായിട്ട് സ്ലൈസായിട്ട് കിട്ടും, നൈസായിട്ടിട്ട് ഓരോ പോലെ കിട്ടും. നമ്മളിതിലേക്ക് സ്ലൈസർ വെച്ചാണ് സ്ലൈസ് ചെയ്തെടുത്തത്. അതിന് ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ മഷ്റൂം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളവും ചേർക്കത്തില്ല. പുരട്ടി വെച്ചേക്കുന്ന മഷ്റൂമിനെ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വീഡിയോയിലിടയിൽ സൗണ്ട് കേൾക്കുന്നത് കുഞ്ഞാണ്. ഇവിടെ ഭയങ്കര ബഹളം നടത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പൊടി മോനാണ്, 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആൾ കൂടെ തന്നെ ഉണ്ട്. അന്നേരമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് മറ്റൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് സവാളയും അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള കനം കുറഞ്ഞ് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതെല്ലാം തന്നെ വഴണ്ട് കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. മഷ്റൂം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. പിന്നീട് നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഈ സമയം മഷ്റൂം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ മഷ്റൂം ആയി കിട്ടും. സവാളയൊക്കെ ഒന്ന് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഷ്റൂം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂമിനെ ഓഫാക്കി വെക്കാം. അവിടെ മാറ്റി വെച്ചേക്കാം. വീണ്ടും ഈ സവാള നന്നായിട്ടൊരു ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റണം. അതിനുശേഷം നമുക്കതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, മഷ്റൂം ഇവിടെ ഓഫാക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതും സവാളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഇടയ്ക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്.
മറന്നുപോയി കാണിക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് മാറാതിരിക്കാനാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. എന്നാലും കുഴഞ്ഞൊരു നല്ല വഴണ്ട പരുവത്തിനിരിക്കുകയാണ്. ഒരല്പം ഗ്രേവി ടൈപ്പ് പോലെ ഇരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മഷ്റൂമും കൂടെ തട്ടിയിട്ടാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. മഷ്റൂമിനെ ഫ്രൈ ചെയ്തെടുക്കുക, സവാള വഴറ്റുക, മസാല ഇടുക, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഗ്രേവിയുള്ള കറിയൊന്നുമല്ല, നല്ല വഴറ്റി വെച്ചേക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.